ശക്തമായതോടെ കോട്ടയം ജില്ലയുടെ താഴ്ന്ന പ്രദേശമായ ആർപ്പൂക്കരയിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുന്നു. നാലത്തോട് ഭാഗത്ത് താമസിക്കുന്നവർക്കാണ് ദുരിതം കൂടുതൽ. മഴ തുടങ്ങിയപ്പോൾ മുതൽ വെള്ളം കയറിയ റോഡ് ഇപ്പോഴും സഞ്ചാരയോഗ്യമായിട്ടില്ല. വേനൽ മഴ തുടങ്ങിയപ്പോൾ തന്നെ ആർപ്പുക്കരയിലെ നാലുതോട് ഭാഗത്ത് വെള്ളം കയറി തുടങ്ങി. പിന്നെ ഉരുൾപൊട്ടിയ വെള്ളം മീനച്ചിലാറ്റിലൂടെ ഒഴുകിയെത്തി ഇവിടെയുള്ള വീടുകളിൽ കയറി നിറഞ്ഞു. കഴിഞ്ഞ ഒരാഴ്ചയായിട്ടും ആ വെള്ളം ഇറങ്ങിപ്പോയിട്ടില്ല. എല്ലാ വർഷവും ഇതേ അവസ്ഥയിൽ താമസിക്കേണ്ട ഗതികേടാണ് ഇവിടെയുള്ളവർക്ക്. വ്യാപകമായി കൃഷിനാശവും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. 5 മാസത്തോളം ഈ അവസ്ഥ തന്നെയാണ് ഞങ്ങൾക്ക്. ഈ ഇത്രയും വെള്ളത്തിൽ തന്നെ ഇപ്പൊ വർഷം തുടങ്ങിയതേ ഉള്ളല്ലോ. തുടങ്ങിയപ്പോൾ ഈ പരിപാടി കൃഷിയൊക്കെ ഇവിടെ ഏത്തവാഴയാണ് പോയി. നമ്മുടെ മറ്റുള്ള നെൽകൃഷിയൊക്കെ എടുത്തുപോയി. ഈ ഏത്തവാഴ ഇവിടെ ഉണ്ടായിരുന്ന ഏത്തവാഴകൾ മുഴുവൻ പോയി. ഇത് എല്ലാ വർഷവും ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു ദുരിതം ഇത്. പ്രായം ചെന്നിട്ട് അവരെയൊക്കെ കൊണ്ട് അന്യ സ്ഥലത്ത് കൊണ്ടാക്കിയിരിക്കുക. വീടിന്റെ അകത്ത് തന്നെ ഞങ്ങൾ ഇത്രയും വെള്ളമുണ്ട്. ആൾക്കാരെ മാറ്റും. വെള്ളം വരുമ്പോഴത്തേക്ക് പെരക്കകത്ത് വെള്ളം കയറുമ്പോഴേ അവരെ എല്ലാവരും ആയിട്ട് കൊണ്ടുപോകും. ഈ കാണുന്ന റോഡൊന്ന് ഉയർത്തിയാൽ ഒരു പരിധിവരെ പ്രശ്നത്തിന് പരിഹാരമാകും. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും പണി പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. പ്രായം ചെന്നവരെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും വലിയ ബുദ്ധിമുട്ടാണ്. ഈ റോഡുണ്ടായിട്ട് 25 വർഷക്കാലമായിട്ടുണ്ട്. 1 മീറ്ററെങ്കിലും ഈ റോഡ് പൊങ്ങാതെ ഒരു മനുഷ്യനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും പറ്റത്തില്ല. ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ മണലേപ്പള്ളി ചെല്ലണം. വള്ളത്തെ കയറ്റി വലിച്ചുകൊണ്ടുമ്പോൾ ഞാൻ ചത്തുപോകും. അതുപോലൊരവസ്ഥയാണ്. ആർപ്പുക്കര പഞ്ചായത്തിന്റെ 14-ാം വാർഡിലാണ് ദുരിതം കൂടുതൽ. 250-ലധികം വീടുകൾ ഈ പ്രദേശത്തുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. കാലവർഷം ശക്തമാകുന്നതോടെ കൂടുതൽ ബുദ്ധിമുട്ടിലാകും ഇവരുടെ ജീവിതം. 24 കോട്ടയം. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.